ചോദ്യം നമ്പർ 541 ശ്രീ മുഹമ്മദ് മൊഹസിൻ, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷം വീട് പദ്ധതി, ഗ്രാമീണ ഭൂരഹിത ഭവന പദ്ധതി എന്നീ പദ്ധതികൾക്ക് കീഴിൽ അനുവാദ പത്രിക എന്ന പേരിൽ രേഖ നൽകി ഗുണഭോക്താക്കൾക്ക് ഭൂമി കൈമാറി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമി പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതോ, പൗരന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സൗജന്യമായി നൽകിയതോ, വിപണി മൂല്യം ഈടാക്കിയതോ അല്ലാതെയോ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി നൽകുന്നതാണ്. പ്രസ്തുത ഭൂമിയിലുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് ഈ ഭൂമി സർക്കാരിലേക്ക് വിട്ടൊഴിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ഭൂമികൾ വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇത്തരം ഭൂമികൾ വിട്ടൊഴിയുന്നതിന് അധികാരം നൽകുന്ന തരത്തിൽ പഞ്ചായത്തി രാജ് നഗരപാലിക ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനും ആയത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിയമ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സെക്രട്ടറിമാരുടെ ഒരു സമിതി രൂപീകരിക്കുന്നതിനും ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 3/7/2024 ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ദീർഘമാണ് ടേബിൾ. ശ്രീ മുഹമ്മദ് മൊഹസിൻ. സർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ തനത് ഭൂമിയിൽ ആളുകൾക്ക് വിവിധ പദ്ധതികളുടെ ഭാഗമായി ഭൂമിയും വീടും നൽകിയവർക്ക് ഉള്ള പട്ടയം, അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ഭൂരഹിതരായ ആളുകൾക്കുള്ള പട്ടയം, ഈ രണ്ട് പട്ടയവും കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി നൽകപ്പെട്ട ഭൂമിയിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച ഇത് രണ്ടും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിലൊന്ന് തനത് ഭൂമിയാണ്. സാർ, ചില ലക്ഷം വീട് കോളനികളിൽ, അതായത് ഇപ്പോൾ നഗറുകൾ എന്നറിയപ്പെടുന്ന ലക്ഷം വീടുകളിലും പാർപ്പിട സമുച്ചയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പട്ടയം നൽകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂമി സർക്കാരിന് വിട്ടൊഴിഞ്ഞ് നൽകണം. റവന്യൂ വകുപ്പിൽ വിട്ടൊഴിയലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാനുവലനുസരിച്ച് കയ്യൊഴിയിലും ഒക്കെയായിട്ടുള്ള ഈ പ്രശ്നം ദീർഘമായൊരു വിഷയമായി കിടക്കുകയാണ്. സർക്കാരിൻ്റെ അനുമതിയോടെ വിൽപ്പന മൂല്യം കൈയൊഴിയണമെന്നാണ് വ്യവസ്ഥയെ പറഞ്ഞിട്ടുള്ളത്. സർക്കാരിലേക്ക് കൈയൊഴിയാമെന്ന് പ്രത്യേക വ്യവസ്ഥയില്ല. ഇത് പരിഹരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 3/7/2023 റവന്യൂ, തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു ചട്ട ഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പറയുകയും ചെയ്തതോടെ കേരളത്തിൽ 25,000-ലധികം പേർക്ക് ഇത്തരത്തിൽ പട്ടയം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവുകയാണ്. സാർ, രണ്ടാമത് പഞ്ചായത്തി രാജ് ആക്ടിലെ 279 വകുപ്പിൽ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മേച്ചിൽപ്പുറങ്ങൾ, ശ്മശാനങ്ങൾ, വണ്ടിത്താവളങ്ങൾ തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ നിയന്ത്രണാധികാരം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പഞ്ചായത്തുകൾക്ക് ഭൂമിയിലുള്ള നിയന്ത്രണാധികാരം വിജ്ഞാപനം വഴി സർക്കാരിന് റദ്ദാക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സാർ, പഞ്ചായത്ത് കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനായി പ്രമേയം പാസാക്കി NOCയുമായി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കണം. ദീർഘകാലമായി ഈ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലും റവന്യൂ വകുപ്പിലുമായി കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ചട്ടത്തിൽ സർക്കാരിന് ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 3/7/2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് അങ്ങനെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനായി ജില്ലാ കളക്ടർക്ക് പ്രത്യേക അധികാരം നൽകാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ പട്ടയ മിഷനിൽ, പട്ടയ ഡാഷ്ബോർഡിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പഞ്ചായത്തുകൾ NOC നൽകിയാലും തദ്ദേശ സെക്രട്ടേറിയറ്റിലേക്ക്, സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി ഇനി അത് ജില്ലാ കളക്ടർക്ക് നൽകാവുന്ന വിധത്തിൽ ഭേദഗതി വരുത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ജില്ലയിൽ തന്നെ പരിഹരിച്ച് നമുക്ക് വേഗത്തിൽ നൽകാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വളരെ വേഗത്തിൽ പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങേക്കും സർക്കാരിനെയും അഭിനന്ദിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവർക്കും പട്ടയം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ രണ്ട് ഭാഗത്ത്, കൊപ്പം പഞ്ചായത്തിലെ കമ്പനിപ്പറമ്പ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ അവർ ദീർഘകാലമായി താമസിക്കുകയാണ്. അവർക്ക് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണ് ആ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട കടവ് പ്രദേശത്ത് അവർ റീസർവേയിൽ PWDയുടെ സ്ഥലമായി മാറി എന്നുള്ളത് കൊണ്ട് റീസർവേ വന്നപ്പോൾ, പക്ഷെ അത് PWDയുടെ സ്ഥലമല്ല എന്നാണ് പറയുന്നത്. അവർ നേരത്തെ നികുതി അടച്ചിരുന്നതാണ്. എന്നാൽ അവർക്കും ഇപ്പോൾ നികുതി അടക്കാനും കഴിയുന്നില്ല, പട്ടയവും കിട്ടിയിട്ടില്ല. ഈ രണ്ട് വിഭാഗക്കാർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള, അതുപോലെ മറ്റു അനുമതി കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ്. ആ രണ്ട് പ്രശ്നങ്ങളും അദ്ദേഹം തന്നെ പട്ടയ റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ചതനുസരിച്ച് പട്ടയ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും
വേഗതയിൽ പരിഗണിക്കാനും പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാണ്. പക്ഷേ അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഈ സഭ തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പലപ്പോഴും പട്ടയം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് റവന്യൂ വകുപ്പാണെങ്കിലും റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലല്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് സെറ്റിൽമെൻറ്റിലോ BTRലോ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മറ്റു വകുപ്പുകളുടെ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലമുണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ ആ വകുപ്പുകൾ റവന്യൂ വകുപ്പിലേക്ക് അവരുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഡീവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കനാൽ പുറമ്പോക്ക്, റോഡ് പുറമ്പോക്ക്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഗവൺമെൻറ് പട്ടയ മിഷൻ്റെ അപ്പെക്സ് ബോഡി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി, 7ഓളം വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അംഗങ്ങളായി ഈ നടപടികൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകളിൽ നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമി കൂടി അവർക്ക് ആവശ്യമില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് നൽകാനും അത് പാവപ്പെട്ട വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കമ്പനി പുറമ്പോക്കും മുതുതലയിലെ ഭൂമിയും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതിവേഗതയിൽ അത് കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ അറിയിക്കും. ശ്രീ കെ വിജയൻ. സർ, ഈ നിയമസഭയിൽ കടമെടുത്ത് ബുദ്ധിമുട്ടുന്നവരെ RR ഭേദഗതിയിലൂടെ സഹായിക്കാൻ തീരുമാനിച്ചതിൽ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വനഭൂമിയിൽ കുടിയേറിയവർക്ക് കേന്ദ്ര വന നിയമത്തിൽ 2023 കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ പട്ടയം കൊടുക്കുവാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിക്കുകയാണ്. പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പേരുകൾ കൂടി മാറ്റുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇപ്പോൾ പുതിയ പേരനുസരിച്ച് വൻ സംരക്ഷൺ ഏവം സംവർദ്ധൻ അധിയം എന്ന പേരിൽ ഗവൺമെൻറ് ഭേദഗതി വരുത്തുകയും December 1 നോട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ, ഇതിൽ നമുക്കുള്ളൊരു മെച്ചം 12/12/1996 മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറിയ ഭൂമി ഇനി പ്രത്യേകമായി ഏതെങ്കിലും വിധത്തിലുള്ള ടോപ്പോ ഷീറ്റിൽ രേഖപ്പെടുത്തി പരിവേഷ് പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, ഇവിടെ തന്നെ കൊടുക്കാം എന്ന വിധത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ 41A ആയി ഉന്നയിച്ചിട്ടുണ്ട്. സാർ, ഗ്രോമോർ ഫുഡ് പദ്ധതിക്കായി പല ജില്ലകളിലും 1940കളിൽ തന്നെ ഭൂമി കൈമാറിയപ്പെട്ട അനുഭവമുണ്ട്. 1973 കൈമാറിയ 250/73 നടപടിയിലൂടെ കൈമാറിയ പിന്നെ ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി 12/12/1996 മുമ്പ് കൈമാറിയിട്ടുള്ള ഭൂമികൾ ഇവിടെ കൊടുക്കാം എന്ന ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് കേന്ദ്രത്തിൽ പോകാതെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയാണ്. മലയോര മേഖലയിൽ ഒരു വലിയ മാറ്റം ഇതുമൂലം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, സുനാമി ദുരിതത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സുനാമി വീടുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. മണ്ഡലത്തിലെ എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണം, മതിലകം, പെരിഞ്ചനം പഞ്ചായത്തുകളിൽ സുനാമി വീടുകളിൽ ഏകദേശം 200ഓളം ഒക്കെ ഉള്ള വീടുകൾ, വീടിൻ്റെ സമുച്ചയങ്ങളുണ്ട്. വളരെ ഗുരുതരമായ സ്ഥിതിയാണ് ഈ മഴക്കാലങ്ങളിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുമോ? ആ വീടുകളിൽ തന്നെ ചിലർക്ക് പട്ടയം ലഭിക്കാത്തതുണ്ട്, അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? സുനാമി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് വീട് ലഭിച്ചു നൽകാൻ വേണ്ടി ഒരു വലിയൊരു നടപടിയാണ് അന്നുണ്ടായത്. റവന്യൂ ഭൂമി കിട്ടിയെടുത്ത് അങ്ങനെ, അല്ലാത്തിടത്ത് അങ്ങനെ, ഗവൺമെൻറ് വീട് വെച്ചത് മറ്റ് വകുപ്പുകൾ വെച്ചത്, CSR ഫണ്ടിലൂടെ പണിതത് യഥാർത്ഥത്തിൽ കേരളം ഒറ്റക്കെട്ടായി നടത്തിയൊരു വലിയ ദുരന്ത നിവാരണ പ്രവർത്തനമായിരുന്നു. സാർ, ഇങ്ങനെയുള്ള ഭൂമികളിൽ റവന്യൂവുമായി ബന്ധപ്പെട്ടതും മറ്റു വകുപ്പുകളിൽ നിന്ന് കൈയൊഴിഞ്ഞ് നൽകിയതുമായിട്ടുള്ള ഭൂമിയിൽ പട്ടയം നൽകാൻ ഉള്ള എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങയുടെ മണ്ഡലത്തിലോ നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഇനി ബാക്കിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ നൽകിയാൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റുകൾ അൺഡിവൈഡഡ് ഷെയർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഫ്ലാറ്റുകളുടെ ഉടമസ്ഥാവകാശവും ബന്ധപ്പെട്ട സുനാമി ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് തന്നെ, ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ നൽകാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സാർ, വീടുകൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്നത്തെ പദ്ധതി പ്രകാരം വന്നിട്ടില്ല. എന്നാൽ പിന്നീട് മാലിന്യ നിർമ്മാർജ്ജനം, സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുകിയിട്ടുള്ള മാലിന്യ സംസ്കരണം, ചുറ്റുമതിൽ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനെയും ഏൽപ്പിച്ചുകൊണ്ട് 12/2/2019 97/2019 DMD എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സാർ, അതിനുശേഷം 3/7/2020 592/2020 DMD പ്രകാരം
സുനാമി വീടുകൾ ഫ്ലാറ്റുകളുടെ പരിപാലന ചുമതലയും ഏൽപ്പിച്ചിരുന്നു. എങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസിനുള്ള പദ്ധതികൾ അവരുടെ വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അങ്ങയുടെ നിർദ്ദേശം പരിഹരിക്കാവുന്നതാണ്. ശ്രീ സി മുകുന്ദൻ. സാർ, എൻ്റെ മണ്ഡലം കടൽ തീരമായി ബന്ധപ്പെട്ടതാണ്. കടൽ തീരത്തു നിന്നും വളരെയധികം ദൂരം മാറി വീട് വെച്ച് താമസിക്കുന്നവരാണെങ്കിലും കടൽ പുറമ്പോക്ക് എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയത് മൂലം പട്ടയം ലഭിക്കാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാരുടെ കൈവശത്തിലുള്ളതും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നതുമായ പ്രദേശങ്ങളിലെ ഭൂമിയുടെ പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അംഗം വളരെ സമർത്ഥമായിട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ഉത്തരം പറയാവുന്നതാണ്. ഒന്ന് കടൽ പുറമ്പോക്കാണ്. സാർ, ഇതൊരു വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. കടൽ പുറമ്പോക്ക് എന്ന പേര് രേഖപ്പെടുത്തിയാൽ പിന്നെ ആ പുറമ്പോക്കിലേക്ക് ആർക്കും ഭൂമി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന വിധത്തിലാണ് നേരത്തെ നമ്മുടെ വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ പെരുമാറിയിരുന്നത്. സാർ, ഞങ്ങൾ ഈ പ്രശ്നം പട്ടയ മിഷൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ 1964 ഭൂപതിവ് ചട്ടത്തിൻ്റെ 11.2.5 പ്രകാരവും കേരള മുനിസിപ്പൽ ഭൂപതിവ് ചട്ടത്തിൻ്റെ 6.2.5 പ്രകാരവുമാണ് കടൽ തീരത്തിനടുത്ത് ഉയർന്ന സമുദ്രനിരപ്പിലെ 30.480 മീറ്ററിനുള്ളിലുള്ള സ്ഥലം പതിച്ചു കൊടുക്കാൻ പാടില്ല കടൽ പുറമ്പോക്കായി. ഏതാണ്ട് 100 അടി വരും സാർ. ഇതിൻ്റെ പേരിൽ കടൽ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തി ഒരു സ്ഥലവും പതിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം അല്ല ഉണ്ടായിട്ടുള്ളത്. കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളും പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പരിശോധിച്ച ശേഷം കടൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ഈ നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിലെ ദൂരപരിധിക്ക് പുറത്തുള്ളവയാണെങ്കിൽ അവയ്ക്ക് കൊടുക്കാം എന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്നത്. അതിന് ഭാഗമായി ഇങ്ങനെ സർവേ ചെയ്ത് ഭൂമിയുടെ കടലിലെ ഏറ്റവും സമുദ്രത്തിലെ ഉയർന്ന ജലനിരപ്പുമായി ബന്ധപ്പെട്ട വ്യത്യാസം പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ, സെഞ്ചുറി നഗർ എന്നിവിടങ്ങളിൽ കടൽ പുറമ്പോക്ക് താമസിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഏതാണ്ട് 30 വർഷത്തോളമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് 250-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് 3-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള 100 ദിന പരിപാടിയിൽപ്പെടുത്തി ഒക്ടോബറിനകത്ത് പട്ടയം നൽകും എന്ന കാര്യം സഭയെ അറിയിക്കാനായി അവസരം ഉപയോഗിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാർ, അങ്ങ് ഈ ദുരന്ത നിവാരണവുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ വീട് നന്നാക്കുന്നതിന് വേണ്ടി 60,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ കൊടുത്തു. തീരെ മോശമായ വീടുകൾക്കാണ് കൊടുത്തത്. അതിനുശേഷം പിന്നീട് ആ വീടുകൾ പലതും തകർന്നു പോയതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതിയിൽ 4 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഈ കൊടുത്ത പൈസ ഈ 60,000 രൂപ തൊട്ട് 2 ലക്ഷം രൂപ വരെ കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. റിപ്പയറിന് വേണ്ടി കൊടുത്ത പൈസ. ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ ഒരു അഷ്വറൻസ് തന്നു, ഇനി മുതൽ ആ പൈസ കുറയ്ക്കില്ല. സാർ, എന്നിട്ടും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ട് പോലും ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി വീട് നന്നാക്കാൻ കൊടുത്ത പൈസ അത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടാണ് അവിടെ വേറെ വീട് വയ്ക്കുന്നത്. അപ്പോൾ അന്ന് കൊടുത്ത പൈസ അതിൽ നിന്ന് കുറയ്ക്കുന്നു. സർക്കാർ ഒന്ന് ഇടപെട്ട് അത് ഇല്ലാതാക്കുക. ഏറ്റവും പാവപ്പെട്ടവരാണ്. ബാക്കി കിട്ടുന്ന ഈ 1.5 ലക്ഷം കൊണ്ടും 2 ലക്ഷം കൊണ്ടും എങ്ങനെയാണ് ഒരു വീട് വയ്ക്കുന്നത്? അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമില്ല സാർ. അതിൽ ഭരണപക്ഷവും ഇല്ല, പ്രതിപക്ഷവും ഇല്ല. പാവപ്പെട്ടവരെ ഏത് വിധത്തിൽ സഹായിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തിക്കോട്ടെ. 2018 മുതൽ 2024 വരെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരു അനുഭവമുണ്ട് സാർ. അത് സാധാരണ നിലയിൽ വീട് തകർന്നാൽ വീട് വെച്ച് കൊടുക്കാനോ വീടിൻ്റെ മെയിൻ്റനൻസിനോ STRF-ലെ പണമാണ് സാധാരണ ഉപയോഗിക്കുക. STRF-ലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേതൃത്വം നൽകിയ 95,000 മുതൽ 1,10,000 രൂപ വരെ STRF-ൻ്റെ വീതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ. പക്ഷേ 2018 പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ, കുട്ടിക്കലിലും കൊക്കയാറിലുമുള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ആ STRF-ൻ്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMDRF-ൽ നിന്ന് കൂട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി 75% കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ 4 ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്, ഇന്ത്യയിൽ മറ്റെവിടെയില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം ശരിയാണ്. മുഖ്യമന്ത്രി സഭയ്ക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്, സർക്കാർ പൊതുവായി നടപ്പിലാക്കുകയാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ശ്രീ KV സുമേഷ്. സാർ, എൻ്റെ ചോദ്യം, നമ്മുടെ റവന്യൂവിൽ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റവന്യൂ മന്ത്രിക്ക് നേരിട്ട് പരാതി സ്വീകരിക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഉണ്ടോ?
എന്നതാണ്. യെസ് മിനിസ്റ്റർ. സർ, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ ചില ഇൻസ്പെക്ഷൻ മോഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കി, അതിന് പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കി, പരാതി എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷേ സാർ, ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പുതിയ അപ്ലിക്കേഷൻ കേരളത്തിൽ ഈ 100 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് വരികയാണ്. സാർ, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആർക്കും നിർഭയമായി അവരുടെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ എഴുതി തയ്യാറാക്കി അതിലേക്ക് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താതെ ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടവുമില്ലാതെ കൃത്യമായ നടപടിയെടുക്കാനും കൃത്യമായ മറുപടി മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കാനും കൊടുക്കാവുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ മന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രിക്കാവുന്ന വിധത്തിൽ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടികൾ എന്താണെന്ന് സൂചിപ്പിക്കുന്നു. സാർ, ഇവിടെ കനാൽ പുറമ്പോക്കിൽ 50-55 കൊല്ലകാലമായി താമസിക്കുന്ന ആളുകളുണ്ട്. സാർ, 1177 ശേഷമുള്ള ആളുകൾക്കെല്ലാം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി വനമേഖലയിൽ പോലും നമ്മൾ തീരുമാനമെടുത്താണ്. ഈ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ തലമുറകളായി അവിടെ നിന്നിട്ടും അവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല. സാർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി അവരുടെ പേരിലില്ല എന്നുള്ളത് കൊണ്ട് 3 സെൻറ്റ് ഭൂമിയിൽ ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള പണം പോലും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ വിധത്തിലുമുള്ള ഗുണങ്ങൾ അതെല്ലാം ഭൂമിയില്ല എന്നുള്ളതിൽ, സ്വന്തം പേരിൽ ഭൂമിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കിട്ടാതെ പോവുകയാണ്. സാർ, കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ചിങ്ങവനത്ത് ഈ പുറമ്പോക്കിൽ താമസിക്കുന്ന 38 വീടുകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, അങ്ങയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സാർ, അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. സാർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട അംഗം എന്നെക്കാൾ ഈ ധാരണ ഉള്ളയാളാണ്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 218 പ്രകാരം ഇത്തരം പുറമ്പോക്കുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിയമപ്രകാരം നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമിയാണ്, വെസ്റ്റഡായ ഭൂമിയാണ്. 1994 പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. സാർ, പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വളരെ പോസിറ്റീവായ സ്റ്റാൻഡാണ് ഈ കാര്യങ്ങളിൽ എടുക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നേരത്തെ കനാൽ പുറമ്പോക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ കൈമാറപ്പെട്ട പല സ്ഥലങ്ങളിലും ഇപ്പോൾ PVIPയുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പുനലൂർ അംഗം തന്നെ KIPയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ദീർഘമായൊരു കാലത്തിന് ശേഷം ഞങ്ങൾ പുനലൂരിലെ ഒരു ഇടം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഈ സ്ഥാപിതമായിട്ടുള്ള ഡാമിനേക്കാൾ 500 മീറ്റർ അപ്പുറത്ത്, ഏതാണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളുകളാണ് സാർ ഇതിൻ്റെ കനൽ പുറമ്പോക്ക് എന്ന പേരിൽ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി 2 തവണ ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട്. കനാൽ പുറമ്പോക്കിൻ്റെ ഭാഗമായി നേരത്തെ വിട്ടു നൽകിയ ഭൂമികൾ പിന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ അധീനതയുള്ളത് നമുക്ക് അവരുടെ ഉപയോഗം കഴിഞ്ഞ ഭൂമികൾ പ്രത്യേകമായി പരിശോധിച്ച് കൊടുക്കാവുന്ന കാര്യം ആലോചിക്കാം. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 218 പ്രകാരം വെസ്റ്റ് ചെയ്ത ഭൂമികൾ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനമനുസരിച്ചുകൊണ്ട് പുനർനിക്ഷിപ്തമാക്കാനുള്ള വ്യവസ്ഥയില്ലെങ്കിലും ചട്ടഭേദഗതി നടത്താൻ ആലോചിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ജലനിർഗമന മാർഗങ്ങളിൽ നിന്ന് 11.2.5 പ്രകാരം വ്യത്യാസമുള്ളത് അടയാളപ്പെടുത്തി അവർക്ക് പ്രത്യേകമായി കൊടുക്കാമോ എന്ന് ആലോചിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLAയുടെ മണ്ഡലത്തിൽ അത്തരം ഒരു പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകി വരികയാണ്. അങ്ങുന്നയിച്ച പ്രശ്നം ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് അർഹത പരിശോധിച്ചുകൊണ്ട് കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാവുന്നതാണ്. ഡോക്ടർ N. ജയരാജ്. സാർ, മണിമല വില്ലേജിലെ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി അനുവാദം നൽകിയതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവേ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 868 കുടുംബങ്ങൾക്കാണ് പട്ടയമില്ലാത്തത്. അവർ വർഷങ്ങളായിട്ട് 100 വർഷത്തിൽ കൂടുതൽ താമസിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിലൊരു കേസ് സുപ്രീം കോടതി നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെക്കറിയാം, ട്രാവൻകൂർ സെറ്റിൽമെൻറ്റ് അന്നത്തെ സെറ്റിൽമെൻറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായ ഒരു അപാകത കൊണ്ടാണ് 111/1 എന്ന് പറയുന്ന സർവേ നമ്പറിൽ വനവും ആളുകൾ താമസിക്കുന്ന പ്രദേശമെല്ലാം ഉൾപ്പെട്ടത്. ഈ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനകത്ത് അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പട്ടയം നൽകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഉന്നയിച്ച പ്രശ്നം ഞങ്ങൾ ദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഒരു വശത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജന്മിയും LTയുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണോ എന്ന പ്രശ്നമുണ്ട്. രണ്ടാമത്തത് വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് ഒരു തീരുമാനമെടുത്തപ്പോൾ വനം വകുപ്പ്
സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ പോയ പ്രശ്നമുണ്ട്. എന്തായാലും ഈ സർവേ പൂർത്തിയാകുന്നതോടുകൂടി ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മണിമലയിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ധാരണയുണ്ടാക്കിയതാണ്. ആ ധാരണയിൽ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോവാണ്. സാർ, ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ, അങ്ങേക്ക് അറിയാവുന്നതാണ്, കേരളത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായ നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് എടുത്തു പോകുന്നത്. കൊടുക്കണമെന്ന് തന്നെയാണ്. വനഭൂമിയുമായി ചേർന്ന് കിടന്നിരുന്ന നേരത്തെ 250/73 ഭാഗമായി ഒഴിവാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ബഹുമാനപ്പെട്ട നാട്ടി MLA ഉന്നയിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത ഭൂമി കൊടുക്കാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടി 2020/2020 എന്ന നിലപാടെടുത്ത് ഗവൺമെൻറ് ഉത്തരവെടുത്ത് ജണ്ടയോട് ചേർന്ന് 1 ഏക്കർ വരെയുള്ള ഭൂമി തരിശ് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ BTRൽ തെറ്റായി റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയാൽ പോലും പഴയ സ്റ്റാറ്റസ് അനുസരിച്ച് പുറമ്പോക്ക് തരിശ് എന്നുള്ളത് കണക്കാക്കി അവർക്ക് തന്നെ കൊടുക്കണം എന്നതുൾപ്പെടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചട്ട നിയമ ഭേദഗതികളും ഗവൺമെൻറ് ഉത്തരവുകളും എടുത്തുകൊണ്ട് പട്ടയ മിഷൻ മുന്നോട്ട് പോവുകയാണ്. പരമാവധി പേർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും. യെസ്. ചോദ്യം നമ്പർ 542 ശ്രീ PK ബഷീർ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, കേരളം സന്ദർശിക്കുന്ന വിദേശ സ്വദേശ വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സന്ദർശനാനുഭവം പ്രദാനം ചെയ്യുന്നതിനായി വിനോദസഞ്ചാര വകുപ്പ് വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. സാറേ, ടേബിൾ ചെയ്യാം. താങ്ക് യു. ശ്രീ PK ബഷീർ. ടേബിൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയില്ല സർ. ആഗോള അടിസ്ഥാനത്തിൽ ടൂറിസത്തിൻ്റെ ഈ ട്രെൻഡിനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇപ്പം നാട്ടിലായാലും വിദേശത്തായാലും കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക നിലയിൽ ഒരുപാട് മാറ്റം വന്ന് കൂടുതലായി മാനസിക വിനോദത്തിനോട് ടൂർ പോവുകയാണ്. സർ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മൾ വിദേശത്ത് വരുന്നതിന് മുമ്പ് ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ, നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ, അവിടെ ഞാൻ പറയട്ടെ സർ, അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അങ്ങേ പറയുന്ന മലബാറിലെ, ഞാൻ എൻ്റെ ചോദ്യത്തിലുണ്ട്, മലബാറിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് സർ. എൻ്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാട്, അതുപോലെ തന്നെ സർ കൊടികുത്തിമല, അതുപോലെ തന്നെ ആദ്യംപാറ, ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക്, അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ MLA-മാരുമായി വിളിച്ച് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും സർ. ഈ ചാലിയാറിന്റെ മുറിഞ്ഞപാട് എന്ന പ്രദേശം സർ ദ്വീപായിട്ടാണ് സർ. ഇതും പ്രസംഗം പോലെ ആകല്ല പ്ലീസ് സർ. ടൂറിസത്തിന് വളരെ സാധ്യതയാണ്. ഇതിന് എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് സർ. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർ. ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. വളരെ ന്യായമായൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഇനി ഉള്ളിടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, മെയിൻ്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നുണ്ട്. പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം, ടൂറിസം വകുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായ ഒട്ടേറെ അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് പരിശോധിക്കാം. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ബാക്കിയുള്ളിടത്ത് നമുക്ക് ചർച്ച ചെയ്ത് അങ്ങവിടെ ചൂണ്ടിക്കാട്ടി അങ്ങയുടെ മണ്ഡലത്തിലെയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ. ഈ ടൂറിസത്തിലെ ആളുകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവരും. പക്ഷേ നമ്മുടെ ഈ ഫോറസ്റ്റ് സ്ഥലമുണ്ട്. പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകാൻ വഴി സൗകര്യമല്ല. ഒരു 3 അടി ഒരു നടപ്പാതയെങ്കിലും ഉണ്ടാക്കാൻ, അങ്ങനെ ഈ ടൂറിസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അവിടെ എത്തിപ്പെടാൻ. കാരണം ഒന്നാമത് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. വലിയ റോഡ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ കാശ്മീരിലൊക്കെ മാതിരി ഒരു നടപ്പാത മാതിരി ഇല്ലൊരു 3 അടി 4 അടി ഇങ്ങനെ നടപ്പാത ഉണ്ടാക്കി ഓരോ വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണാനുള്ള ഒരു സൗകര്യം, ഈ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ സർ? ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ ആലോചിച്ച കാര്യമാണ് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട, വനം വകുപ്പ് മന്ത്രിൻ്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, വനം വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ വനം വകുപ്പിൻ്റെ സ്ഥലത്തിലൂടെ നമുക്ക് നിർമ്മാണങ്ങൾ അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞതുപോലെ ഒരു നടപ്പാതയൊക്കെ മനോഹരമായി വെക്കാനുള്ള
പല നിർദ്ദേശങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് സമീപനം സ്വീകരിച്ചത്, വനം വകുപ്പ് മന്ത്രി. നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ചു പോകാം. ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സർ ചർച്ച. ഇതിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മണ്ണാർക്കാട് പാത്രക്കടവ് പദ്ധതി പ്രദേശം, പഴയകാലത്തുള്ളൊരു ഇലക്ട്രോ ഹൈഡ്രൽ പ്രോജക്റ്റാണ് ഈ പാത്രക്കടവ്. അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. സർ, അതിനോട് ചേർന്ന് കാട്ടിൽ നിന്നുകൊണ്ട് കുന്തിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അതിന് നാട്ടുകാർ പറയുന്ന പേര് കുരുത്തിച്ചാൽ എന്നാണ്. സർ, ആ കുരുത്തിച്ചാൽ പ്രദേശത്ത് DTPCയുടെ ഒരു പ്രപ്പോസലുണ്ട്. ആദ്യം അതിന് 1 കോടിയായിരുന്നു, ഇപ്പം 2 കോടിയാണ്. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി പാട്ടത്തിന് കിട്ടേണ്ട ഒരു പ്രശ്നത്തിൽ തങ്ങി അത് നിൽക്കുകയാണ്. അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഇടപെട്ട് ഇത് കേവലം ഒരു ചോദ്യമായി കാണാതെ ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകണം. ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാണ് സാർ. വർഷത്തിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു പോകാറുണ്ട്. ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിലേക്ക് ഇറങ്ങും, പെട്ടെന്ന് മലവെള്ളം വരും, ഇവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. ഓരോ വർഷവും 2-3 കുട്ടികളെങ്കിലും, അധികം ചെറുപ്പക്കാരാണ്, പോവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സുരക്ഷ, ഈ DTPCയുടെ ഈ പദ്ധതി വന്നാൽ നല്ല സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും. അതുകൊണ്ട് ആ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മന്ത്രി ഇടപെടുമോ എന്നാണ്. സർ, വളരെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കാം. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിച്ച് ഇടപെടാവുന്നതാണ്. നമുക്ക് ഓരോ നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലത്തിൽ ഇതുപോലെ സാധ്യതയുള്ളത്, അത് തദ്ദേശ വകുപ്പായോ അല്ലെങ്കിൽ മറ്റ് സഹകരണ മേഖലയായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വനം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് ആ നിലയിൽ തന്നെ പരിശോധിച്ച് പോകാവുന്നതാണ്. ഇത് പ്രത്യേകം പരിശോധിച്ച് ഇടപെടാം. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ കേരളത്തിൽ സഞ്ചാരികൾ എത്തുന്നതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൽ കേവലം 6% പേര് മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നുള്ളൂ. മലബാറിൽ ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അത് സഞ്ചാരികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് വേണ്ടതുപോലെ അതിന് പ്രചരണം കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് മലബാറിലേക്ക് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, അത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. 2021 LDFൻ്റെ പ്രകടന പത്രികയിൽ തന്നെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ പ്രത്യേക ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. അത് മലബാറിലെ 7 ജില്ലകളോടുള്ള എന്തെങ്കിലും ഒരു പ്രാദേശിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണേണ്ടത്. കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ അനന്ത സാധ്യതയുള്ള മലബാറിൻ്റെ സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. ഈ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പഠനം പൊതുവെ നടത്തിയപ്പോഴാണ് 100 പേർ വരുന്നതിൽ 6 പേർ മാത്രമാണ് ഈ 7 ജില്ലകളിൽ വരുന്നു എന്നുള്ള കണക്ക് പുറത്തു വന്നു. അതിന് പല പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോസ്പിറ്റാലിറ്റിയാണ്. താമസ സൗകര്യത്തിൻ്റെ കുറവ് അതൊരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ പഞ്ചതാര ഹോട്ടലുകൾ ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ്. പക്ഷേ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പഞ്ചതാര ഹോട്ടലിൽ താമസിക്കുന്നവരല്ല, സാധാരണ മനുഷ്യന്മാരാണ്. അവർക്ക് താമസിക്കാനുള്ള ഇടം വേണം. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളത് തന്നെ, പുതിയതുണ്ടാക്കുന്നതിനപ്പുറത്തെ കയ്യിലുള്ള സൗകര്യങ്ങൾ തന്നെ ഉപയോഗിക്കുക. അതിന് PWD റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. അത് നമ്മൾ സഭയിൽ നേരത്തെ ചർച്ച ചെയ്താണ്. വലിയ വരുമാനം ഉണ്ടായി. ഇപ്പോൾ തന്നെ 10-15 കോടിയുടെ വരുമാനമാണ് 2021 നവംബർ 1 മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം വരെ വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ മുറി ബുക്ക് ചെയ്തു. അതിൽ വലിയൊരു ശതമാനം മലബാറിലാണ്. സർ, മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഈ 3 വർഷക്കാലം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓരോന്നോരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേക പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേക ഫെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് വയനാട് ജില്ല. വയനാടിനെ പ്രത്യേകം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഇടപെടലുണ്ട്. അതേ ഇവിടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. മുമ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക വ്ളോഗ് മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മലബാർ ടൂറിസത്തിൻ്റെ ഈ ജില്ലകളെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ വ്ളോഗ് മീറ്റ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ സാർ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ, മലയാളികളല്ല, അല്ലാത്ത അവിടുത്തെ സഞ്ചാരികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടിയിലധികം ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അതിനും പ്രത്യേക പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചു. ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി വളരെ വിജയകരമായി പോയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ശ്രദ്ധ മലബാർ ടൂറിസത്തിൻ്റെ വികാസത്തിന്
മാർക്കറ്റിങ്ങിലും അല്ലാതെയും ശ്രമിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ കണക്കുണ്ട്. സമയം കുറവ് മൂലം ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ എം കെ മുനീർ. സർ, എൻ്റെ മണ്ഡലത്തിലെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കട്ടിപ്പാറ. പക്ഷെ അവിടെ അമരാട് ഒരു നാച്ചുറൽ വാട്ടർഫോൾ, അത് കാണാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള പാത ഒരു 4 കിലോമീറ്റർ റോഡൊന്ന് നന്നാക്കി തന്നെ വളരെ മനോഹരമാവും. പിന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഈ പറഞ്ഞ പോലെ താമസ സൗകര്യങ്ങൾ അവിടെ ഏറെ ഉണ്ട്. അപ്പം ഈ കട്ടിപ്പാറ പ്രദേശം അവിടെ ഫാം ടൂറിസം, മെഡിക്കൽ ടൂറിസം ഇതിനൊക്കെ സൗകര്യമുള്ള അങ്ങ് പ്രത്യേകമായി ഇതിനു വേണ്ടി വിവിധ വകുപ്പുകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇത് പ്രത്യേകമായി പരിഗണിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, കട്ടിപ്പാറ പ്രദേശത്തിന് ഇപ്പോൾ വേറെയും പ്രാധാന്യമുണ്ട് സർ. വയനാടിനോട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ തൊട്ട താഴത്തുള്ള പ്രദേശമാണ്. ഇനി നമ്മൾ ഈ തുരങ്കപാതയൊക്കെ വന്നാൽ ഏറ്റവും വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. പറഞ്ഞ സ്ഥലവും വളരെ മനോഹരമായ സ്ഥലമാണ്. അവിടേക്കുള്ള റോഡ് മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അവിടെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നാണ് ആലോചിക്കുക. ഇപ്പോൾ ആളുകൾ കണ്ടുവരുന്നൊരു പുതിയ ട്രെൻഡ് ഈ നമ്മളെ വലിയ വലിയ ഡെസ്റ്റിനേഷനുകളിലേക്കല്ല ആളുകൾ പോകുന്നത്. നേരത്തെ അങ്ങനെ നമ്മളെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കേരളത്തിൽ എവിടെയുണ്ട് അവിടെ പോയി കാണുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഞാനിപ്പോൾ അത്ഭുതപ്പെട്ട ഒരു സംഭവം, ഇപ്പോൾ ബഹുമാന്യനായ ലിൻഡോ സഭയിലുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു പരിപാടിയായിട്ട് 2-4 ദിവസം മുമ്പ് പോയപ്പോൾ അങ്ങയുടെ നിയോജക മണ്ഡലത്തിലെ കതിരൂർ പഞ്ചായത്തിലെ അംഗങ്ങൾ അവിടേക്ക് യാത്രയായിട്ട് ബസ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ പലരും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ അതിനൊരു പ്രാധാന്യം നമുക്ക് കൊടുക്കാം. എങ്ങനെ ഇടപെടാമെന്നുള്ളത് ആലോചിച്ച് ഇടപെടാവുന്നതാണ്. ശ്രീ പി എസ് സുപാൽ. സാറേ, ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ്, ഓരോ ഡെസ്റ്റിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. സാറേ, തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഇന്ത്യയിലെ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം പദ്ധതിയാണ്. ഭാവനാസമ്പന്നനായിട്ടുള്ള സഖാവ് ഇ ചന്ദ്രശേഖരൻ നായർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. സാർ, അവിടെ വനമുണ്ട്, അവിടെ പുഴയുണ്ട്, അവിടെ ഡാമുണ്ട്, അവിടെ പ്ലാന്റേഷനുണ്ട്. വലിയ സാധ്യതയാണ് സാർ അവിടെ ഉള്ളത്. അങ്ങേക്കും അറിയാവുന്ന ഒരു മേഖലയാണ് സാർ. അവിടുത്തെ വികസനം ത്വരിതപ്പെടുത്തിയാൽ വലിയ മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. സാർ, അവിടുത്തെ ഒരു ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി അങ്ങ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സാർ, തീർച്ചയായിട്ടും തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. അത് മറ്റ് വകുപ്പുകളായിട്ട് ബന്ധപ്പെട്ട് കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു യോഗം പറഞ്ഞതുപോലെ നമുക്ക് ഉടനെ തന്നെ വിളിച്ചു ചേർക്കാവുന്നു. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സാർ, കാരവൻ ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. പൈപ്പിൻ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനോഹരമായ ചരിത്രമുറങ്ങുന്ന ബോൾഗാട്ടി പാലസിൽ വെച്ച് ബഹുമാന്യനായ മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണല്ലോ കാരവൻ ടൂറിസം. ആ കാരവൻ ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? സാർ, നേരത്തെ ഞാൻ സഭയിൽ പറഞ്ഞതാണ്, കാരവൻ ടൂറിസത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് സമയമെടുത്ത് തന്നെ വരുന്നതാണ്. അതിന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് അതുമായി മുന്നോട്ട് വന്നതിനെ കണ്ടുകൊണ്ട് പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കാരവൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ കാരവൻ പാർക്കുകൾ അനിവാര്യമാണ്. അപ്പോൾ ആ പാർക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ KTDC തന്നെ മുൻകൈ എടുത്ത് ചിലയിടങ്ങളിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ DK മുരളി അങ്കവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പൊന്മുടിയിൽ ഞാൻ ഒരു ആഴ്ച മുമ്പ് പോയിരുന്നു സാർ. പൊന്മുടി അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ പൊന്മുടിയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ്, മനോഹരമായ ഗസ്റ്റ് ഹൗസ് വരാൻ വേണ്ടി പോകും. PWD റെസ്റ്റ് ഹൗസ് നവീകരിച്ചു. അതിന് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം അവിടെ ജനങ്ങളൊക്കെ പറയുന്ന MLA യും ശ്രദ്ധപ്പെടുത്തിയൊരു കാര്യം, അതൊരു കാരവൻ പാർക്കാക്കി മാറ്റാനാകുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് വലിയ റിസൾട്ട് ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ സഞ്ചാരികൾ വരുമ്പോൾ അവർക്ക്
ഇൻഫർമേഷൻ നൽകുന്ന നിലയിലേക്കുള്ള ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്റ്റാർട്ടപ്പ് മിഷനായി ചേർന്നുകൊണ്ട്, അതായത് ഇപ്പോൾ വിദേശ സഞ്ചാരികൾ വരുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ, ആ ഭാഷകൾ അറിയുന്ന നിലയിലേക്കുള്ള മാർക്കറ്റിങ്ങും കൊണ്ടുവരാനും കാരവണ്ണെ വികസിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇത്തരം കാരവൺ പാർക്ക് മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരാനൊക്കെയുള്ള നിശ്ചയമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശ്രീ പി സി വിഷ്ണുനാഥ്. സാറ്, ഈ കൊല്ലത്തിൻ്റെ ടൂറിസം സാധ്യത പൂർണ്ണമായിട്ടും നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അഷ്ടമുടി കായൽ, അഷ്ടമുടി എൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പേരയം, പെരിനാട്, കുണ്ടറ പഞ്ചായത്തുകളൊക്കെ അഷ്ടമുടി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പടപ്പക്കര, കുതിരമുനമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ മണ്ഡലത്തിലെ സാർ വേഗത്തിൽ പറയാം, മൺട്രോത്തുരത്ത്, തെന്മല ഇക്കോ ടൂറിസം, ജഡായുപാറ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊല്ലത്തിൻ്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ വകുപ്പിൽ നിന്നുണ്ടാകുമോ? സാർ, വളരെ നല്ല കാര്യമാണ് സാർ. ഇപ്പോൾ ഈ അഷ്ടമുടിക്കായലും ഇപ്പോൾ പറഞ്ഞ പല പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ഒരു ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെങ്ങനെ വേഗത്തിലാക്കാമെന്നും ഈ സാധ്യതകൾ ഉപയോഗിക്കാമെന്നും ഈ പറയുന്ന പ്രത്യേകം കൊല്ലത്തിൻ്റെ ഈ അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, അതുപോലെ ജഡായിപ്പാറയെ ബന്ധപ്പെട്ട ഒരു പ്രത്യേക യോഗം, അതെ അതുൾപ്പെടെ ഒരു പ്രത്യേക യോഗം നമുക്ക് വിളിച്ചു ചേർക്കാം എന്നുള്ളത് ഞാൻ സഭയെ അറിയിക്കുക. ചോദ്യം നമ്പർ 543 ശ്രീ ആന്റണി ജോൺ, പൊതുമരാമത്ത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ഉത്തരം ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കായിരുന്നു ആൾക്കാർക്ക്. സാർ, ഉത്തരം ടേബിൾ ചെയ്താൽ സാർ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സ്റ്റാർട്ടിംഗ് വേണ്ട എല്ലാത്തിനും. സാർ, സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ദേശീയ തലത്തിലുള്ള NSQF പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ലെവൽ 3, ലെവൽ 4 കോഴ്സുകളാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫിനിഷിംഗ് സ്കൂൾ സ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി 60 ദിവസത്തെ സ്മാർട്ട് ഇൻഡസ്ട്രി റെഡിനെസ് പ്രോഗ്രാം കിഡ്സ് ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കേരള എന്നിവയുമായി സഹായിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. സർ, ബാക്കി കാര്യം അങ്ങ് പറഞ്ഞു. താങ്ക് യു. ശ്രീ ആന്റണി ജോൺ, പെട്ടെന്ന്. സാർ, വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്നതിനും സംസ്ഥാനത്ത് കൊണ്ടുവന്ന ലിറ്റിൽ കൈറ്റ്സിന് യൂണിസെഫിൽ നിന്നും ലഭിച്ച അഭിനന്ദനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി തന്നെ നമ്മൾ കാണണം. സാർ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് നേട്ടങ്ങളിലൂടെയാണ് സാർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് നമ്മുടെ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രത്യേക പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്? മിനിസ്റ്റർ. സാർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത് നിന്ന് കുട്ടികൾക്ക് താല്പര്യം നന്നായി തന്നെ വരികയാണ്. കുട്ടികൾ രാജ്യ വികസനത്തിനായുള്ള മനുഷ്യവിഭവ സ്രോതസ്സുകളായി മാറേണ്ടതായിട്ടുണ്ട്. അതിജീവനത്തിനും ഉപജീവനത്തിനും അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സർ, സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി 210 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 14 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 28 ബാച്ചുകളിലായി 12 കോഴ്സുകൾ നിലവിൽ നടത്തി വരികയാണ്. ജില്ലാ ഭരണകൂടങ്ങളുടെ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കളക്ടർ നേതൃത്വത്തിലാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സർ, 6 മാസം മുതൽ 1 വർഷം വരെയാണ് കോഴ്സിൻ്റെ കാലാവധി. സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പ്രസ്തുത സെൻ്റർ പ്രവർത്തിക്കുന്നത്. അഭിരുചിക്കും ഭാവി തൊഴിൽ സാധ്യതയ്ക്കും അനുഗുണമായ വൈദഗ്ധ്യം യുവജനങ്ങൾക്ക് നൽകുക, കേരളത്തിൻ്റെ ഓരോ ബ്ലോക്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഉറപ്പാക്കുക, 21 വയസ്സിന് താഴെയുള്ള ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം പ്രാപ്യമാക്കുക, ഔപചാരിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികൾക്ക് അതിനുള്ള അവസരം നൽകുക, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഉപജീവനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുക, കുട്ടികൾക്ക് സ്വയം സംരംഭത്തിനുള്ള ധാരണയും അനുഭവങ്ങളും അവസരം നൽകുക എന്നിവയാണ് നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുടെ ലക്ഷ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
സാർ, നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായി പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ കാൽവയ്പ്പാണ്. സമഗ്ര ശിക്ഷ കേരള 2023-24 വാർഷിക പദ്ധതി പ്രകാരം അങ്ങേറ്റ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിക്രൂട്ടിംഗ് സപ്പോർട്ട് ഫോർ ഹബ് ആൻഡ് സ്പോക്ക് സ്കൂൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ലൈഫ് സ്കിൽസ് ഫോർ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ്. വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം തന്നെ അടിസ്ഥാന ജീവിത നൈപുണ്യങ്ങളിൽ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലെത്തേക്ക് 2023 തിരഞ്ഞെടുത്ത 14 ഹബ്ബ് സ്കൂളുകളിലും 9 തരത്തിലെ 40 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് അവധിക്കാലത്ത് 3 ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശിക്ഷ കേരളയും സംയുക്തമായി സംഘടിപ്പിച്ചു. സാർ, 560 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജീവിത നൈപുണ്യ പരിശീലനവും നൽകി. ആരോഗ്യം, പാചകം, എഞ്ചിനീയറിംഗ്, കൃഷി തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി. ഇതിൻ്റെ തുടർച്ചയായി ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശിക്ഷ കേരളയും ചേർന്ന് പരിശീലന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്രീ വി ജോയ്. സാർ, നമ്മൾ ഈ തൊഴിൽ പരിശീലനത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പഠനത്തോടൊപ്പം ഉള്ള കാര്യങ്ങൾ ഇതിനൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കുട്ടികൾക്ക് ആകർഷകമായിട്ടൊരു പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഭാവിയിൽ ആലോചിക്കുമോ എന്നുള്ളതൊന്ന്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ NSQF-ന്റെ കോഴ്സുകളുടെ പ്രാധാന്യം നടപ്പിലാക്കിയിട്ടുണ്ടോ? അതിലെ നിലവിലെ അവസ്ഥ എന്താണ്? യെസ് മിനിസ്റ്റർ. സാർ, വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. SSLC പരീക്ഷ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ അഭിരുചിക്കനുസരണമുള്ള ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിനും പരിശീലനം നേടുന്നതിനും സ്കിൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിനും NSQF അധിഷ്ഠിത കോഴ്സുകൾ അവസരമൊരുക്കുകയാണ്. സാർ, പഠിതാവിന് അക്കാദമിക് പഠനത്തോടൊപ്പം സാങ്കേതിക നൈപുണ്യം കൂടി പ്രാപ്തമാക്കുവാൻ ഇത് വഴിയൊരുക്കുകയാണ്. 2020-21 അധ്യയന വർഷം മുതൽ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം സ്കൂളുകളിലും ദേശീയ നൈപുണ്യ വികസന ചട്ടക്കൂട് NSQF പദ്ധതി പ്രകാരമുള്ള ജോബ് റോളുകളാണ് തൊഴിലധിഷ്ഠിത വിഷയമായി പഠിപ്പിക്കുന്നത്. 48 സ്കിൽ കോഴ്സുകൾ നിലവിൽ VHSC വിഭാഗത്തിൽ പഠിപ്പിക്കുന്നു. സാർ, ഇത് കൂടാതെ 2023-24 അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ NSQF അധിഷ്ഠിത സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. റെഗുലർ പഠനത്തെ ബാധിക്കാത്ത ക്ലാസ് സമയം ക്രമീകരിച്ചാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. സാർ, 2024-25 വർഷം കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കുന്നതാണ്. വിവിധ മേഖലകളിലെ ഏറ്റവും പുതിയ ജോബ് റോളുകൾ ഉൾപ്പെടെ NSQF കോഴ്സുകളാണ് നിലവിൽ നൽകുന്നത്. ഫിറ്റ്നസ് ട്രെയിനർ, ഡോൺ സർവീസ് ടെക്നീഷ്യൻ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് ആ കോഴ്സുകൾ. സാർ, ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ നൂതന NSQF ജോബ് റോളുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വഴി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ ഒരു ശക്തമായ ഇടപെടലാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി കാനത്തിൽ ജമീല. സർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത മേഖലയിലേക്ക് കടക്കുമ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ. ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സാർ, എന്താണ് ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമെന്നുള്ളവർ അങ്ങ് വ്യക്തമാക്കിയിട്ടില്ല. സാർ, ഇതിൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് തൊഴിലിടങ്ങളിൽ നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകി വരുന്ന ഒരു പ്രോജക്റ്റുണ്ട്. പിന്നെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകളിൽ നിന്നായി പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സഹകരണത്തോടുകൂടി എല്ലാ അധ്യയന വർഷവും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽമേളകൾ സംഘടിപ്പിക്കാറുണ്ട്. സാർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രധാനമായും എഞ്ചിനീയറിംഗ്, പാരാമെഡിസിൻ, അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷർമാൻ, കൊമേഴ്സ് എന്നീ സ്ട്രീമുകളിലെ വിദ്യാർത്ഥികളെയാണ് തൊഴിൽമേളയിൽ പങ്കെടുപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച കാറ്റഗറിയിലെ തൊഴിലുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ, വൊക്കേഷണൽ ഗൈഡൻസ് ബ്യൂറോ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണം ലഭിക്കാറുണ്ട്. 2023-24 അധ്യയന വർഷത്തിൽ നടത്തിയ തൊഴിൽ മേളയിൽ 3277 പേർ പങ്കെടുക്കുകയും 511 പേർക്ക് തൊഴിൽ ലഭിക്കുകയും 991 പേർ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് അതിൽ ഇടപെടാം. സാർ, ചെയ്യുന്ന തൊഴിലിനോടുള്ള സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മനോഭാവം. സാർ, എൻ്റെ ചോദ്യം, തൊഴിൽ പരിശീലനത്തിനപ്പുറം തൊഴിൽ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? സാർ, നമ്മുടെ കേരളത്തിൽ
ഈ ജോലിയുടെ കാര്യത്തിൽ ഓരോരുത്തരും സമീപിക്കുന്ന ഒരു തൊഴിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കേരള സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ സാമൂഹിക ആവശ്യമാണ്. അതോടൊപ്പം പ്രധാനമാണ് പ്രാദേശിക സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഇതിനെല്ലാം കഴിയുന്ന വിധം സ്കൂൾ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ പരിവർത്തനം ആവശ്യമാണ്. പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിലിനെ ഉൾച്ചേർത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സർ, 5, 7, 9 ക്ലാസ്സുകളിലേക്ക് ഇതിന് സഹായകരമായ പ്രവർത്തന പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. വിവിധ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചാണ് തൊഴിലിനെ ഉൾച്ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ ആഭിമുഖ്യവും തൊഴിൽ മനോഭാവം വളർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ തൊഴിലുകൾ കണ്ട് പരിചിതമാകുവാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സർ, അഭ്യസ്തവിദ്യരായ നല്ലൊരു തൊഴിൽ ശക്തിയെ വികസിപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക സമൂഹത്തെ സജ്ജമാക്കുവാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുവാനും കഴിയും. അതിനുതകുന്ന വിധത്തിൽ തൊഴിൽ മനോഭാവം, തൊഴിൽ നൈപുണ്യം പ്രായത്തിനനുഗുണമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള നടപടികളാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 വിഭാവന ചെയ്യുന്നത്. ചോദ്യം നമ്പർ 544 ശ്രീ എം മണി, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, ഉത്തരങ്ങൾ ടേബിൾ ചെയ്യാം. ശ്രീ എം മണി. സാർ, റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ അക്ഷയ സെൻറ്റർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനായി വലിയൊരു തുക ഫീസായി നൽകേണ്ടി വരുന്നു. ഈ കേന്ദ്രങ്ങളിൽ പലപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ ഇത്തരം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്ന രീതിയിൽ റവന്യൂ വകുപ്പ് മൊബൈൽ ഫോൺ ആപ്പ് കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കാമോ? സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ റവന്യൂ സേവനങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ ഭൂനികുതി കൊടുക്കുന്നതിനായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളതും ആയതുവഴി ഏതാണ്ട് 24,596 പേയ്മെൻറ്റുകൾ ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ 6,000-ഓളം പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട യൂസർ ഇൻ്റർഫിയൻസ്, യൂസർ എക്സ്പീരിയൻസ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ 100 ദിന പരിപാടികളുടെ ഭാഗമായി തയ്യാറാക്കി വരികയാണ്. 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായി സജ്ജമാകുമ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് തന്നെ അവരുടെ മൊബൈലിലൂടെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനും ഒക്കെ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഒറ്റത്തവണ കെട്ടിട നികുതി അടയ്ക്കുന്നതിന് പോർട്ടൽ നിലവിലുണ്ടെങ്കിലും അപ്പീൽ നൽകുന്നതിന് സൗകര്യം ഇല്ല. ഇതിനായി ഒരു പോർട്ടൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമോ? ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചു വളരെ പ്രസക്തമായ കാര്യമാണ്. താലൂക്ക് തലത്തിൽ തീർപ്പാക്കുന്ന ഒറ്റത്തവണ കെട്ടിട നികുതി പക്ഷേ അപേക്ഷ അപ്പീലായി റവന്യൂ ഡിവിഷൻ മുമ്പാകെ കൊടുക്കുമ്പോൾ ഒരു വെബ് പോർട്ടൽ വേണ്ടതുപോലെ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു വെബ് പോർട്ടൽ പൈലറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സർ, അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടതായിട്ടുള്ള 100 രൂപയുടെ ലീഗൽ ബെനിഫിറ്ററി ഫണ്ട്, 50 രൂപയുടെ ക്വാർട്ടർലി സ്റ്റാമ്പ് എന്നതുൾപ്പെടെ ഓൺലൈനിലൂടെ അടയ്ക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയാണ് ഈ പോർട്ടൽ രംഗത്ത് കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, കക്ഷികൾക്ക് അപ്പീൽ കൊടുത്താൽ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ ഉള്ള SMS സൗകര്യമുണ്ട്, ഹിയറിംഗ് നോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ അപ്പീൽ ഓർഡർ ഡൗൺലോഡ് ചെയ്യുന്ന സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം കൂട്ടി ഈ ഒറ്റ തവണ നികുതിക്ക് RDO മുമ്പാകെ അപ്പീൽ കൊടുക്കുന്നതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെടാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ആ പോർട്ടൽ ടെസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. 100 ദിന പരിപാടിയിൽ നമ്മൾ പുറത്തിറക്കും. ശ്രീ PV ശ്രീനിധി. സർ, രഹസ്യ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഉൾപ്പെടെയുള്ള പരാതികൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ആപ്ലിക്കേഷനിൽ നമുക്ക് നേരിട്ട് പരാതി കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് വകുപ്പ് അതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അതൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് രൂപീകരിക്കേണ്ടതാണ്. കാരണം പലയിടങ്ങളിലും ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇപ്പോൾ പരാതി എന്ന പോർട്ടലുണ്ട്, അല്ലെങ്കിൽ റവന്യൂ മിത്രമുണ്ട്, അതിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയാസം ഇപ്പോൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഏറ്റവും രഹസ്യമായി ഇത്തരം വിവരങ്ങൾ നൽകുന്നവരുടെ രഹസ്യമായി അവരുടെ പേരുകളും വിശദാംശങ്ങളും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അഴിമതിക്കാരായ ആളുകളെ രംഗത്ത് പുറത്താക്കുക എന്നുള്ള നിലവാരത്തിൽ, അവർക്കെതിരായ നടപടി സ്വീകരിക്കുക എന്ന നിലവാരത്തിൽ തന്നെ ആപ്ലിക്കേഷൻ മന്ത്രി നേരിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ കൊണ്ടുവരും. ശ്രീ ക്യാൻസ്ലാൻ. സാർ, റവന്യൂ വകുപ്പിലെ മിക്കവാറും സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി
അത് പ്രത്യേക ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നതിന് ഒരു പോർട്ടൽ കൊണ്ടുവരുവാനുള്ള നടപടി സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. സാർ, ഇത്തവണ ജില്ലാ റവന്യൂ അസംബ്ലികളിൽ മഹാഭൂരിപക്ഷം MLA-മാരും ഉന്നയിച്ചൊരു പ്രശ്നം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങളൊരു കണക്ക് നോക്കിയപ്പോൾ 2011 മുതൽ 16 വരെ ഏറ്റെടുത്തതിൻ്റെ എത്രയോ ഇരട്ടി ഭൂമിയാണ് കിഫ്ബി വന്നതിന് ശേഷം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുന്നത്. എല്ലായിടത്തും ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ നിലനിന്നിരുന്ന ലാൻഡ് അക്വസിഷൻ ആക്ട് മാറി LARR 2013 വന്നതോടുകൂടി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള 6N നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ LARR 2013 നിരവധി ഭാഗങ്ങളിൽ വരികയാണ്. സാർ, അതിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്ന് 11(1) പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ, മറ്റൊന്ന് 19(1) പ്രകാരമുള്ള ഡിക്ലറേഷൻ, 3 അവാർഡ്. ഈ 3 ഘട്ടങ്ങളും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ 3 ഘട്ടങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വെബ് പോർട്ടലിന് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാവുന്ന വിധത്തിൽ അക്വസിഷൻ്റെ 3 ഘട്ടങ്ങളിൽ ഇടപെടാവുന്ന ഒരു വെബ് പോർട്ടലിൻ്റെ ആദ്യ മൊഡ്യൂളിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതായത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയുന്ന വിധത്തിൽ ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് 100 ദിന പരിപാടികൾക്കിടയിൽ പുറത്തിറക്കാം. ബാക്കി ഡിക്ലറേഷൻ്റെയും അവാർഡിൻ്റെയും മൊഡ്യൂളുകളും തുടർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പുറത്തിറക്കി വളരെ കൃത്യതയോടുകൂടി ഓൺലൈനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്. ശ്രീ കെ ബാബു, നെന്മാറ. സർ, ലോകത്തെവിടെയുമുള്ള നമ്മുടെ സഹോദരന്മാരായ പ്രവാസികൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏത് പരാതിയും സമർപ്പിക്കാൻ പ്രവാസി മിത്ര പോർട്ടൽ നടപ്പിലാക്കിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സർ, കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അവരവരുടെ ഭൂമിക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നികുതി അടയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള പോർട്ടൽ രൂപീകരിക്കപ്പെടണം എന്നതാണ്. സർ, അതിനാവശ്യമായ ഏതെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ്. അങ്ങ് തന്നെ ചെയർ ചെയ്ത ലോക കേരള സഭ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളെ നേരിട്ട് കാണാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമുക്ക് അവസരമുണ്ടായി. കേരളത്തിലെ റവന്യൂ വകുപ്പ് ഈ വിധത്തിൽ പ്രവാസി മിത്രം എന്ന പദ്ധതി തയ്യാറാക്കി കേരളത്തിലെ റവന്യൂ വകുപ്പിൽ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ പ്രവാസികൾക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാധ്യത ഉണ്ടാക്കിയപ്പോഴും അവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് വിദേശത്തിരുന്നു കൊണ്ട് ഓൺലൈനായി മലയാളികൾ കേരളത്തിൽ ചെയ്യുന്നത് പോലെ ഭൂനികുതി അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. ഇത് പരിഹരിക്കാനായി നിലവിലുള്ള ബ്ലോക്ക് മാറ്റിക്കൊണ്ട് 10 വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവിധ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു വെബ് പോർട്ടൽ സജ്ജമാക്കി വരികയാണ്. സാർ, അങ്ങ് ചെയർ ചെയ്യുന്ന ലോക കേരള സഭയിൽ ഉയർന്നു വന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. 10 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ 100 ദിന പരിപാടി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയും. സാർ, UK ഉണ്ട്, അതിൽ USA ഉണ്ട്, കാനഡയുണ്ട്, സിംഗപ്പൂരുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ഒമാൻ ഉണ്ട്, ഖത്തർ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, ബഹ്റിനുണ്ട്. ഈ 10 രാജ്യങ്ങളിൽ ഇനി ഭൂനികുതി അടയ്ക്കാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകും. അത്തരം ഒരു പോർട്ടൽ നമ്മളിപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ശ്രീ കെ യു ജനീഷ് കുമാർ. മലയോര മേഖലയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് കാര്യക്ഷമമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ അവന് കഴിയുന്നില്ല എന്നുള്ളത്. മുമ്പൊരു ഉത്തരവുണ്ടായിരുന്നു, അതിനെ ദുർവ്യാഖ്യാനിച്ച് റദ്ദ് ചെയ്യുന്ന നിലയുണ്ടായി. ഈ കർഷകരുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ചന്ദനമൊഴികെയുള്ള കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് അങ്ങ് ഇടപെടുമോ? വകുപ്പിൻ്റെ പരിഗണനയിൽ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്ന് വിശദമാക്കണം. സാർ, 1964 ഭൂപതിവ് ചട്ടത്തോടൊപ്പം പട്ടയ ഫോറത്തിൽ റിസർവ് ചെയ്തിട്ടുള്ള 4 മരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തേക്ക്, ഈട്ടി, എബണി, ചന്ദനം ഇവ റിസർവ് ചെയ്തിട്ടുള്ള മരങ്ങളാണ് സാർ. പക്ഷേ ഇതിൻ്റെ ചട്ടപ്രകാരം പട്ടയം നൽകുന്ന സമയത്ത് ഭൂമിയിൽ നിലനിൽക്കുന്ന ഇത്തരം വൃക്ഷങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാക്കുകയും ഇവയും പിന്നീട് പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തിയതും കിളിർത്തു വന്നതുമായ മറ്റു വൃക്ഷങ്ങളും കർഷകൻ സംരക്ഷിക്കണം എന്ന് പട്ടയ ഫോറത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സാർ, ഇതിനെ മറികടക്കാൻ ഗവൺമെൻറ് 24/10/2020 261/2020 എന്നൊരു ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത സാഹചര്യത്തിൽ അത് റദ്ദാക്കേണ്ട സ്ഥിതി ഉണ്ടായി. പക്ഷേ സാർ, നമ്മുടെ കർഷകന് ലഭ്യമാകുന്ന പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നട്ടുവളർത്തതും കിളിർത്തു വന്നതുമായ മരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതിൻ്റെ പൂർണ്ണമായ അവകാശം കർഷകർക്ക് തന്നെയാണെന്നാണ് സാർ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. സാർ, ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമപരിശോധന നടത്തിയതിൽ കർഷകരുടെ അവകാശം സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവ് മതിയാകില്ല, ചട്ടത്തിൽ തന്നെ ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് ഒരു ചട്ട ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുകയും അത് നിയമവകുപ്പ് പരിശോധിച്ചു വരികയും ചെയ്യുകയാണ്. സാർ, സർക്കാരിൻ്റെ അഭിപ്രായം
സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് ഉടമയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തതും കിളിർത്തു വന്നതുമായ വൃക്ഷങ്ങളുടെ കാര്യത്തിലും കർഷകർക്ക് ലഭ്യമാക്കും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ ചട്ട ഭേദഗതി കൊണ്ടുവരാൻ നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ നടപടിയെടുക്കും എന്നറിയിക്കുക. സാർ, ഈ ഓഫീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ. ഓഫീസ് പ്രവർത്തനങ്ങൾ സുതാര്യവും വേഗത്തിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സേവന അവകാശ നിയമം പാസ്സാക്കിയത്. സാർ, ഇന്ന് മിക്കവാറും ഇടത്തും ഈ സേവനാവകാശ നിയമം പ്രാബല്യത്തിലില്ല. റവന്യൂ വകുപ്പിൻ്റെ ഓഫീസുകളിൽ സേവനാവകാശ നിയമം അനുസരിച്ചുള്ള പൗരന്മാർക്ക് ലഭിക്കേണ്ടത് സേവനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികളുണ്ടോ? സേവനാവകാശത്തിൻ്റെ കീഴിൽപ്പെട്ട ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പരിശോധന നടത്താൻ തയ്യാറാകും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങോട്ട് ഉന്നയിച്ചത്. സേവനാവകാശ നിയമം ജനങ്ങളുടെ ഒരു അവകാശമാണ്. അത് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിലെ എല്ലാ ഓഫീസുകളിലും ലഭ്യമാക്കണമെന്ന് കരുതുകയാണ്. അത് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് മുതൽ താഴത്തോട്ട് വരെയുള്ള ഒരു വിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ ഇതുകൂടി പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടെ തന്നെ റവന്യൂ വകുപ്പ് എടുത്ത് ആവശ്യമായ നടപടി. ചോദ്യം നമ്പർ 545 ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. എം പി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശൈലജ ടീച്ചർ ചോദ്യം ടേബിൾ ചെയ്തു. ഉത്തരം. സർ, 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ റോഡുകളെല്ലാം അതിമനോഹരമായിട്ട് മാറും എന്നുള്ളതിൽ അങ്ങേ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ കൂട്ടത്തിൽ സർ, വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത നഗരമായ മട്ടന്നൂർ ജംഗ്ഷൻ നവീകരണത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അങ്ങനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ മട്ടന്നൂരിൻ്റെ പേരതിൽ കാണുന്നില്ല സർ. ആ ടൗണിൽ 3 ജംഗ്ഷനിൽ വളരെ ബോട്ടിൽ നെക്ക് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ തന്നെ ട്രാഫിക് പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ ജംഗ്ഷൻ നവീകരിക്കുന്നതിനും ഈ റോഡുകൾ മനോഹരമാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മട്ടന്നൂർ ടൗൺ കൂടി അതിൻ്റെ മനോഹരമായും സൗകര്യപ്രദമായും മാറ്റുന്നതിന് അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ്റെ നവീകരണം പ്രധാനമാണ്. ഇപ്പോൾ ഇറങ്ങിയ ലിസ്റ്റ് ആദ്യത്തെ ഘട്ടമാണ്. അടുത്തതിൽ എന്തായാലും മട്ടന്നൂർ ജംഗ്ഷൻ കൂടി ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാവും. റോഡുകളും പൊതുവെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള റോഡുകൾ എന്നുള്ളതിൽ പ്രത്യേക പദ്ധതിയുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ നിന്നും വരാൻ വേണ്ടി സൗകര്യമാകുന്ന നിലയിൽ കാസർഗോഡിലും നിന്ന് വരുന്നവർക്ക് എത്താൻ പാകത്താൽ ആക്കുന്ന നിലയിലാണ് പദ്ധതി. നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, അങ്ങ് എയർപോർട്ട് റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 6 എയർപോർട്ട് റോഡുകളുടെ നിർമ്മാണം അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റോഡുകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറഞ്ഞതുപോലെ ഈ 6 റോഡുകളും വരുന്നത് മട്ടന്നൂരേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എയർപോർട്ട് റോഡുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷനും മറ്റും മട്ടന്നൂർ മേഖലയിലും അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനും നടപടി സ്വീകരിക്കുമോ? സാർ, തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം നമ്മളിന്ന് നേരിടുന്ന, നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ കുടിവെള്ള പ്രശ്നം, വൈദ്യുതി ലൈൻ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് റോഡ് കയറി മുറിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ റോഡുകളെന്ന് പറഞ്ഞാൽ പണ്ട് കാളവണ്ടി പോകുന്ന കാലത്ത് ഉള്ള വഴികളാണ് പിന്നെ റോഡായി മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പിന്നീട് റോഡുകളുടെ നടുവിലൂടെയുള്ള പൈപ്പ് റോഡ് വീതി കിട്ടുമ്പോൾ കൂടുതൽ നടുവിലേക്കാവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രോസ് ഡക്റ്റുകളും അതുപോലെ ഡക്റ്റുകളുമായി റോഡുകൾ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡുകൾ, പുതിയ റോഡുകളൊക്കെ ഡിസൈൻഡ് റോഡുകളാണ്. അപ്പോൾ അതിന് കൂടുതൽ സ്ഥലം വേണം. നമ്മൾ തട്ടിക്കൂട്ടി റോഡുകൾ അധികം വീതിയില്ലാതെ ഉണ്ടാക്കിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും അത് പ്രയാസം വരും. നമ്മൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കുടിവെള്ള പൈപ്പ് പ്രശ്നം, ഇലക്ട്രിസിറ്റി ബോർഡ് പ്രശ്നം, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതാണ്. ശാശ്വത പരിഹാരം തീർച്ചയായും നല്ല ഡക്റ്റുകളുള്ള നല്ല റോഡുകൾ, നല്ല വീതിയുള്ള റോഡുകൾ എത്ര കാലം ഉപയോഗിക്കാനും ഏത് കണക്ഷനും, അത് ക്രോസ് ഡക്റ്റ് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ, ഏത് കണക്ഷനും വാട്ടർ കണക്ഷനോ മറ്റിനൊക്കെ റോഡ് കീറാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നല്ല ഡിസൈൻ റോഡുകൾ, അത് നല്ല സ്ഥലം വേണം. ആ നിലയിൽ തന്നെ നമുക്ക് സംസാരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. ശ്രീമതി OS അംബിക, പെട്ടെന്ന്. മാനവീയം വീതി പോലെ ചെറുനഗരങ്ങളിലും മറ്റും സാംസ്കാരിക ഇടനാഴികൾ ഉണ്ടാക്കാൻ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും പദ്ധതികൾ തയ്യാറാക്കുമോ? മാനവീയം വീതി പോലെ. സർ, തീർച്ചയായിട്ടും നമുക്ക് അതുപോലുള്ള റോഡുകൾ ഉണ്ടാക്കണം. റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മൾ കാണുന്നു സാർ, മനോഹരമായി ആളുകൾക്ക് ഒത്തുകൂടാനുള്ള കേന്ദ്രങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. ആളുകൾക്ക് വന്നിരിക്കാനും സാർ
മാനവീയം വീതിയും കലാഭവൻ മണി റോഡ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. എങ്ങനെയാണ് ജനങ്ങൾ ഇത്തരം പദ്ധതികളെ സ്വീകരിക്കുന്നതെന്ന് എല്ലാ നിലയിലുമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലുള്ള റോഡുകൾ ഇനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം എടുത്ത് തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലും മാനവീയം വീതി മോഡലുള്ള റോഡുകൾ കൊണ്ടുവരാനുള്ള ആലോചന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. CH കുഞ്ഞമ്പു, പെട്ടെന്ന് സമയം പോകും. സർ, കാസർഗോഡ് ജില്ലയിലെ 2 പ്രധാനപ്പെട്ട സ്മാർട്ട് റോഡുകളാണ് ചെർക്കള ജാൽസൂർ ഇന്റർ സ്റ്റേറ്റ് റോഡും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് കാസർഗോഡ് സ്റ്റേറ്റ് ഹൈവേയും. ഇത് രണ്ടും KSTP റോഡുകളാണ്, രണ്ടും തകർന്നു പോയിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. സർ, തൊട്ട് 2 ദിവസം മുമ്പ് KSTPയുടെ യോഗം ചേർന്ന് ഈ പറയുന്ന പദ്ധതികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തിരുന്നു. അതിലിത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താം. പെട്ടെന്ന് സർ, നഗര റോഡ് വികസന പദ്ധതികൾക്കായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ സ്വീകരിക്കുമോ? കൊല്ലം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് സർ, തീർച്ചയായിട്ടും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിൽ കൊല്ലം സിറ്റി റോഡിനും പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയും പ്രത്യേകം അത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.